കണ്ണൻ ഗോപിനാഥ് എന്ന പേര് മലയാളി അത്ര വേഗം മറക്കില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് ആരെയും അറിയിക്കാതെ കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി സേവനം ചെയ്താണ് കണ്ണൻ വാർത്തകളിൽ ഇടം പിടിച്ചത്. അന്ന് എറണാകുളം കാക്കനാടുള്ള KBPS ആസ്ഥാനത്ത് ചുമടെടുത്തുകൊണ്ടിരുന്ന കണ്ണനെ മറ്റൊരു സിവിൽ സർവന്റായിരുന്ന എറണാകുളം കളക്ടർ Y സഫീറുള്ളയാണ് തിരിച്ചറിഞ്ഞത്. സിനിമയിലേതിന് സമാനമായ മുഹൂർത്തമായിരുന്നു അത്. ആരായാലും തിരിച്ചറിയാൻ ആഗ്രഹിക്കാത്ത പൊതുജന സേവനം ലക്ഷ്യമിട്ട യഥാർത്ഥ സിവിൽ സർവീസ് ഓഫീസറായി അന്നേ പൊതുജന ഹൃദയത്തിൽ കയറിയ കണ്ണൻ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. പിന്നീട് വൈകാതെ ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് സിവിൽ സർവീസിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു കണ്ണൻ ഗോപിനാഥൻ. അതേ കണ്ണൻ ഇന്ന് കോൺഗ്രസിൽ ചേർന്നതോടെ കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ തുറന്ന പോരാട്ടത്തിന് കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 ദില്ലിയിലെ AICC ആസ്ഥാനത്തെത്തി കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്താണ് കണ്ണൻ ഗോപിനാഥൻ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കാശ്മീരിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശവും ഭരണഘടനാ അവകാശവും ലംഘിക്കുന്നുവെന്നും രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിശബ്ദനായിരിക്കാൻ കഴിയില്ലെന്നും കണ്ണൻ ഗോപിനാഥൻ തുറന്നടിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ കണ്ണൻ ഗോപിനാഥനെതിരെ കുറ്റപത്രം നൽകിയിരുന്നു. കേന്ദ്രത്തിന്റെ പ്രതിച്ഛായ കളയാൻ IAS ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന തരത്തിലായിരുന്നു കുറ്റപത്രം. തുടർന്ന് ദാദ്ര നാഗർ ഹവേലിയിലെ ഊർജ്ജ സെക്രട്ടറി പദവി രാജിവെച്ച് രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയ നടപ്പാക്കിയ നയങ്ങൾക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അന്ന് നോട്ട് നിരോധനത്തിലും പൗരത്വ നിയമ ഭേദഗതിയിലും ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ട കണ്ണനെതിരെ അച്ചടക്ക നടപടി പോലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പറ്റിയ ഇടമാണ് കോൺഗ്രസ് എന്നാണ് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് ചേരുന്നതിന് മുൻപായി പ്രതികരിച്ചത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പാർട്ടി അംഗത്വം നൽകി. 2012 ബാച്ച് IAS ഉദ്യോഗസ്ഥനായിരുന്നു കണ്ണൻ. കോട്ടയം കൂരോപ്പട സ്വദേശിയാണ്. രാജിവെച്ചതിന് ശേഷം രാജ്യത്ത് നടന്ന CII വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും മറ്റ് ജനകീയ സമരങ്ങളിലും കണ്ണൻ സജീവമായിരുന്നു. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇത് പൗരന്മാരുടെ പാർട്ടിയാണെന്നും കണ്ണൻ പറയുമ്പോൾ പാർട്ടിയിൽ ഏത് സ്ഥാനമാകും നൽകുക എന്നതിൽ വ്യക്തതയില്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കണ്ണന്റെ പാർട്ടി പ്രവേശനം മോദി സർക്കാരിന് പ്രതിരോധം തീർക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോട് അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വരവ് പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകർന്നേക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. എന്തായാലും സർക്കാരിന്റെ കടുത്ത വിമർശകനായ കണ്ണന്റെ രാഷ്ട്രീയ ചുവടുവെപ്പ് BJPക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.